ഹലോ, വെൽക്കം ടു ജസ്മിഷ് തിങ്സ്. ഇന്ന് എൻ്റെ മോളുടെ ഒരു ഹെയർ കട്ടിൻ്റെ വിശേഷമാണ് പറയുന്നത്. അവൾ വളരെ ആഗ്രഹിച്ച് ചെയ്തൊരു ഹെയർ കട്ടാണ്. രാത്രി അവൾ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ മുടി കുറേ വളർന്നല്ലോ, അപ്പോൾ ചുമയുണ്ട്, അപ്പോൾ മുടി ഇങ്ങനെ വാഷ് ചെയ്തിട്ടേ മുഴുവനും വെള്ളം ഡ്രൈ ആക്കില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്കന്ന് മുടി വെട്ടാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീടിനടുത്തുള്ള ട്രൈബ് ഫാമിലി സലൂണിൽ വിളിച്ചപ്പോൾ അത് ഓപ്പണാണ്, വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ടെത്തി. അപ്പോൾ ആൾ പറയുന്നുണ്ട്, വീഡിയോ എടുക്കരുത് മമ്മി, യൂട്യൂബിൽ ഇടാനാണെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കരുതെന്നൊക്കെ. ഞാനതൊന്നും മൈൻഡാക്കാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ആദ്യം അവർ ഹെയർ വാഷാണ് ചെയ്തത്. ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ആണ് അവർ കട്ട് ചെയ്യുള്ളൂ. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വീഡിയോ എടുക്കണ്ട, ഞങ്ങളിവിടെ പ്രൊഫഷണലി എടുത്തു തരാം, ബിഫോർ ആഫ്റ്റർ അങ്ങനെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തു തന്നാൽ മതി. അപ്പം ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാലും ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവർ ഈ ഹെയർ കട്ടിൻ്റെ ഇത് മാത്രമല്ലേ ചെയ്യുള്ളൂ. ഞങ്ങൾ പോയത് ഇവിടെ SN ജംഗ്ഷനിൽ ട്രൈബ് ഫാമിലി സലൂണിലാണ്. അവിടെയാണ് ഞങ്ങൾ മിക്കപ്പോഴും പോകുന്നത് ഹെയർ കട്ടിനെല്ലാം. ആദ്യം പൊന്നുരുന്നിയിലാണ് ഞങ്ങൾ പോയി തുടങ്ങിയത്, ഇവരുടെ ഷോപ്പിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സലൂൺ വന്നപ്പോൾ അങ്ങോട്ട് പോയി. ഇപ്പോൾ അവർ പറഞ്ഞു അത് പ്രൊഫഷണലി എടുത്തു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് മോളെ ഇങ്ങോട്ട് വിളിച്ചിരുത്തിയിട്ട് അവരിങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ 2 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇവിടെ എന്താ ഇവർ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചേച്ചിയുടെ ഫോട്ടോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തോ പാർക്കിൽ വന്നിരിക്കുന്ന പോലെ അവിടുത്തെ കസേരയിലൊക്കെ കയറി ഒരാൾ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി 8:45 ആയപ്പോഴത്തേക്കും സലൂണിലെത്തി. പിന്നെ അവിടെ ഈ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് അവർ കുറേ നേരം ഇങ്ങനെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇതിലായിരുന്നു. കുറേ ടൈം അതിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. ഞാനും അപ്പോൾ അവിടെ ഇരിക്കാൻ കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാനും സോഫയിലിരുന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണ്, അവരെന്താ ചെയ്യുന്നത്. അപ്പോൾ മോൾക്കാണെങ്കിൽ കുറച്ച് ഷൈനസ് കൂടിയ ആളായതുകൊണ്ട് അവർ പറയുന്നതല്ല അവൾ ചെയ്യുന്നത്. അവളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് ഞങ്ങളെ നോക്കും, ഞങ്ങളെ ഇവിടെ ഇരിക്കാൻ നോക്കും. ഞാൻ അവിടുത്തെ ആംബിയൻസൊക്കെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബിനി ബോറടിച്ചിട്ടേ മുടി വെട്ടാൻ കയറി ഇരുന്ന് അവിടെ മോഡൽസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അയാളോട് അങ്ങനെ മുടി വെട്ടാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് പ്രൈസ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോസ്റ്റൊന്നും വരുന്നില്ല എല്ലാ ട്രീറ്റ്മെൻറ്റ്സിനും. ഹെയർ സ്പാ, ഹെയർ കട്ടിങ്, മാനിക്യൂർ, പെഡിക്യൂറിനൊക്കെ സാധാരണ ഒരു നോർമൽ സലോൺ. നമ്മളത് സലോൺ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പ്രീമിയം സർവീസസ് ഒക്കെയാണെന്ന്. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു 3 വർഷം ആയി ഇത് ഇവിടെ പൊന്നുരുന്നി പോകാൻ തുടങ്ങിയിട്ട്. പൊന്നുരുന്നിയിൽ പോകുന്ന കഴിഞ്ഞിട്ടാണ് ഇവിടെ SN ജംഗ്ഷൻ്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് ഇവിടെ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഇടയ്ക്ക് ബിനി എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞ പോലെയാണോ അവർ കട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നു, അതെ അങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് കഴിഞ്ഞിട്ടും അവർ ആഫ്റ്റർ ഹെയർ കട്ട് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബിനി അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുകയാണ് വീഡിയോസൊക്കെ. അത് കഴിഞ്ഞ് 11 മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം അവർ അയച്ചു തന്ന വീഡിയോ റീലായിട്ട് അവർ അയച്ചു തന്നു. അപ്പോൾ നമ്മൾ അതും കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ഹെയർ കട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എന്നെ സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബ് ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ ചെയ്ത് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.